വെണ്ടത്തയ്യെല്ലാം ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഇതിന് ഞാനിപ്പോൾ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞെങ്കിൽ വെണ്ണീര് കൊടുക്കാൻ പോവുകയാണ്. ഇത് വെണ്ണീര് ഒരു ചാരം ഒരു കീടനാശിനിയായിട്ടും ഇതിൻ്റെ മുകളിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും വിതറി കൊടുക്കുക. ഇത് കീടനാശിനിയായി വളവുമായിട്ട് മാറും. ഇതിനും അങ്ങനെ ചുറ്റും വിതറി കൊടുക്കും. ഇത് പുഴുക്കൊക്കെയുള്ള ഒരു കീടനാശിനി. പുഴു ഇരിക്കുന്നതിനും വൈകിട്ടാകുമ്പോൾ ഒരു വന്ന ഒരു പ്രാണി വന്ന് ഇതിന് കുത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പ്രതിരോധവുമായി ഒരു വളവുമായി ഇതിന്. അതിൻ്റെ മീതെ ലേശം വേപ്പിൻ പിണ്ണാക്ക് വിതറി കൊടുക്കുന്നു. എല്ലാ ചെടികൾക്കും അതേപോലെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് വിറക് കത്തിച്ച വെണ്ണീറാണ്. ഓലയും ചകിരിയും ഒന്ന് കത്തിച്ച വെണ്ണീര് ഇതിന് ചേർക്കരുത്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ചെടി ഉണങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ മീതെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കഴിഞ്ഞാൽ കീടങ്ങൾ മഴ പെയ്യുമ്പോൾ കീടങ്ങൾ കുറച്ചധികം ധാരാളം ഇങ്ങനെ വൈകിട്ടാകുമ്പോൾ കൂടുതലായിരിക്കും കീടങ്ങൾ വരുന്നത്. അതിനുള്ളൊരു ഇതാണ് ഈ ചാരം എന്ന് പറയുന്നത്. നമ്മുടെ കൈ വേറൊന്നും വളമില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചാരം മാത്രം മതി. ഈ ചെടികളുടെ നല്ലൊരു വളർച്ച ഉണ്ടാവും. ചാരം മാത്രം മതി. അതിൻ്റെ മീതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ചാരം മീതെ വീണ് പറഞ്ഞിട്ട് ഈ ചെടികൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചെടി നശിക്കാനൊന്നും പോകുന്നില്ല. പുഴുക്കളെല്ലാം ആക്രമിച്ചിട്ടുണ്ട്. പുഴുവെല്ലാം കയറിയിട്ടുണ്ടെങ്കിൽ ഇത് ആ പുഴുവിൻ്റെ ആക്രമണമെല്ലാം ഒന്ന് കുറഞ്ഞ് കിട്ടും. ഈ ചെടികൾ മീതെ ചാരം വീണ ഇതെല്ലാം പുഴു വരിച്ചിട്ട് നോക്കറത്. വെള്ളരി തൈ നല്ല പുഴു വരിച്ചിട്ട് ഓട്ട വീണിട്ടുണ്ട്. പുഴു ഇതിന് ചൂവെന്നൊരു പ്രാണി വന്ന് കുത്തിയിരിക്കുന്നതാണ് ഇതിന്. ഒരു 2 ആഴ്ച പ്രായമുള്ള ചെടികളാണ് ഇതൊക്കെ. ഒരാഴ്ച ഉള്ള ഒരു പ്രായമുള്ള ഈ ചെടികളാണിത്. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് വേപ്പിൻ പിണ്ണാക്കും കടൽ പിണ്ണാക്കും മിക്സ് ചെയ്ത് ഇതിന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത്രയും മതി.